നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. CITU ചുമട്ടുതൊഴിലാളികളുടെ ഭീഷണി ആരോപിച്ച് കുളപ്പുള്ളിയിൽ വ്യാപാരികളുടെ പ്രതിഷേധം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതൃത്വത്തിൽ പ്രദേശത്തെ വ്യാപാരികൾ കടകളടച്ച് ധർണ നടത്തി. യന്ത്രം ഉപയോഗിച്ചുള്ള കയറ്റിറക്കത്തിനെതിരെ ഒരു സ്ഥാപനത്തെ തകർക്കുന്ന രീതിയിൽ തൊഴിലാളികൾ നടത്തുന്ന പന്തൽ കെട്ടി സമരം നിർഭാഗ്യകരമെന്ന് സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിൽ. ഗാനമേളയ്ക്ക് പോകാൻ രക്ഷിതാക്കൾ അനുവദിച്ചില്ല. മണ്ണൂരിൽ വിദ്യാർത്ഥി ജീവനൊടുക്കി. മരിച്ചത് മണ്ണൂർ കൊറ്റുകുളങ്ങര ഗീതാ നിവാസിൽ ജ്യോതിഷിന്റെ മകൻ 14 വയസ്സുള്ള ശ്രീഹരി. വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട കേരള കോൺഗ്രസ് എം. ഡൽഹിയിൽ മാർച്ച് 27 നടത്തുന്ന പ്രതിഷേധ സംഗമത്തിന്റെ പ്രചരണാർത്ഥം മലയോര പ്രചരണ ജാഥ. തൃശൂർ ജില്ലാ പ്രചരണ ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. വാർത്തകൾ വിശദമായി. CITU ചുമട്ട് തൊഴിലാളികളുടെ ഭീഷണിക്കെതിരെ കുളപ്പുള്ളിയിൽ വ്യാപാരികളുടെ പ്രതിഷേധം. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിലാണ് കടകളടച്ച് ധർണാ സമരം നടത്തിയത്. വ്യാപാര മേഖല കടുത്ത പ്രതിസന്ധികൾ നേരിടുമ്പോൾ തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അനാരോഗ്യ പ്രവണതകൾ നിർഭാഗ്യകരമാണെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിൽ പറഞ്ഞു. യന്ത്രം ഉപയോഗിച്ച് സിമന്റ് ഇറക്കുന്നതിനെ ചൊല്ലി കുളപ്പുള്ളിയിലെ സിമന്റ് വ്യാപാരിയുമായുള്ള ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU തർക്കത്തെ തുടർന്ന് സ്ഥാപനത്തിനു മുന്നിൽ തൊഴിലാളികൾ പന്തൽ കെട്ടി സമരം ആരംഭിച്ചതോടെയാണ് വ്യാപാരിക്ക് പിന്തുണയുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും രംഗത്ത് വന്നത്. കടകൾ അടച്ചിട്ടായിരുന്നു കുളപ്പുള്ളിയിൽ വ്യാപാരികളുടെ ധർണ. ഭീഷണികൾക്കു മുന്നിൽ മുട്ടുമടക്കുന്നവരല്ല ഇന്നത്തെ വ്യാപാരി സമൂഹമെന്നും വ്യാപാര മേഖല കടുത്ത പ്രതിസന്ധികളിലൂടെ കടന്നുപോകുമ്പോൾ ഇതിന്റെ നിലനിൽപ്പിനായി സഹകരിക്കുന്നതിനു പകരം ഒരു സ്ഥാപനത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം തൊഴിലാളികളുടെ നീക്കം അങ്ങേയറ്റം നിന്ദ്യമാണെന്നും സമരം ഉദ്ഘാടനം ചെയ്ത വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിൽ പറഞ്ഞു. വലിയ തൊഴിലാളി സംഘടനയായ CITU കാര്യങ്ങൾ പഠിച്ച് പക്വമായ സമീപനമാണ് സ്വീകരിക്കേണ്ടത്. നമ്മുടെ സഹോദരൻ ഞാനിതാ എന്റെ മുന്നിൽ ആത്മഹത്യയല്ലാതെ മറ്റൊരു മാർഗമില്ല. എന്താണ് കാരണം? ഈ ചുമട്ടുതൊഴിലാളികളുടെ ഭീഷണിക്ക് വഴങ്ങി എന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന, എന്റെ അഭിമാനത്തിന് വില പറയുന്ന, എനിക്ക് ജീവിക്കാൻ എന്നെ ഭീഷണിപ്പെടുത്തുന്ന, ആ ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയുകയില്ല, മരണമല്ലാതെ ഒരു പക്ഷേ എന്റെ മുന്നിൽ മറ്റു മാർഗമില്ല എന്ന് ദയനീയമായി വിലപിക്കുമ്പോൾ ഈ കുളപ്പുള്ളിയിൽ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർ ഞങ്ങൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ തീരുമാനിക്കുന്നു, അങ്ങനെ ഞങ്ങളുടെ സഹോദരനെ, ഞങ്ങളിൽ ഒന്നിനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ, ചുമട്ടുതൊഴിലാളികളുടെ ഭീഷണിക്ക് മുൻപിൽ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഈ കുളപ്പുള്ളിയിൽ വിളിച്ചു പറയുന്നതിന് വേണ്ടിയാ നമ്മളിവിടെ യോഗം ചേരുന്നത്. ഏകോപന സമിതി കുളപ്പുള്ളി യൂണിറ്റ് പ്രസിഡന്റ് CP ജയൻ അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റും യൂണിറ്റ് ജനറൽ സെക്രട്ടറിയുമായ PP ഉമ്മർ സ്വാഗതം പറഞ്ഞു. ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ്, മണ്ഡലം ജനറൽ സെക്രട്ടറി സുലൈമാൻ, ട്രഷറർ അഭിലാഷ്, ഷൊർണൂർ യൂണിറ്റ് പ്രസിഡന്റ് ജൂബി, കൂനത്തറ യൂണിറ്റ് പ്രസിഡന്റ് ജോസഫ്, കൈലാട് യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ, വാണിയംകുളം യൂണിറ്റ് പ്രസിഡന്റ് ഷാജഹാൻ, നെല്ലായ യൂണിറ്റ് പ്രസിഡന്റ് ഹാഷിം, വെള്ളിനേഴി യൂണിറ്റ് പ്രസിഡന്റ് രാജേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഗാനമേളയ്ക്ക് പോകാൻ അനുവാദം ലഭിക്കാത്ത മനോവിഷമത്തിൽ വിദ്യാർത്ഥി ജീവനൊടുക്കി. മണ്ണൂർ കൊറ്റുകുളങ്ങര ഗീതാ നിവാസിൽ ജ്യോതിഷിന്റെ മകൻ 14 വയസ്സുള്ള ശ്രീഹരിയെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. സമീപത്ത് കൈമക്കുന്നത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന ഗാനമേള കാണാൻ അച്ഛനോട് ഫോണിൽ സമ്മതം ചോദിച്ചിരുന്നു അത്രേ. പരീക്ഷ സമയമായതിനാൽ ഗാനമേള കാണാൻ പോകേണ്ട എന്നാണത്രേ അച്ഛൻ മറുപടി പറഞ്ഞത്. ഇതേ തുടർന്നുള്ള മനോവിഷമമാണത്രേ ആത്മഹത്യയ്ക്ക് കാരണമായി പറയപ്പെടുന്നത്. സംഭവ സമയം അച്ഛമ്മ സത്യഭാമ നേദ്യാർ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അച്ഛൻ ജ്യോതിഷും അമ്മ ശശികലയും ഇവർ തന്നെ നടത്തുന്ന പത്തിരിപ്പാലയിലെ സത്യാലാബിലായിരുന്നു. ശ്രീഹരി വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് സമീപത്തെ വീട്ടുകാരെ വിളിച്ചു വരുത്തി കതക് തുറന്നപ്പോഴായിരുന്നു മുറിക്കകത്ത് തൂങ്ങിയ നിലയിൽ കാണപ്പെട്ടത്. ഉടൻ തന്നെ പത്തിരിപ്പാല സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പറളി ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ശ്രീഹരി. ശശികലയാണ് മാതാവ്. ഏക സഹോദരി ശ്രീവാണി ഡിഗ്രി വിദ്യാർത്ഥിയാണ്. മങ്കര പോലീസെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വന്യജീവി അക്രമങ്ങൾക്കെതിരെ കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ മാർച്ച് 27 പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും.
പ്രതിഷേധ സംഗമത്തിന്റെ പ്രചരണാർത്ഥം കേരള കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മലയോര ജാഥയ്ക്ക് കിള്ളിമംഗലത്ത് സ്വീകരണം നൽകി. കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈച്ചറത്താണ് ജാഥ നയിക്കുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ബേബി മാത്യു കാവുങ്കൽ ഉദ്ഘാടനം ചെയ്തു. ഷാജി ആനിത്തോട്ടം, ബിജു ആന്റണി, ജോളി അഗസ്റ്റിൻ, റജില മംഗലത്ത്, സജി ജോസഫ്, മുരളി വരവൂർ, സുരേഷ് മുള്ളൂർക്കര, ശ്രീധരൻ, ഗോപി, ലിജിൻ, ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. സംരക്ഷിക്കുക, മനുഷ്യജീവനെ സംരക്ഷിക്കുക, കാർഷിക മേഖലകളെ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് 1972 വന സംരക്ഷണ നിയമം, വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള മേഖലയിൽ കർഷകർ അനുഭവിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ വന്യജീവികളെ കൊണ്ട് പൊറുതിമുട്ടിയ ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയെന്നും മുന്നോട്ട് വന്നിരിക്കുന്ന കേരള കോൺഗ്രസ് പ്രസ്ഥാനം കാർഷിക മേഖലകളിൽ വിലത്തകർച്ച ഉണ്ടാകുമ്പോൾ, കാർഷിക മേഖലകളിൽ അതിഗുരുതരമായ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ ഡിപ്പാർട്ട്മെന്റ് ഫണ്ട് ഉപയോഗിച്ച് പുതിയ അടുക്കളയും ഡൈനിംഗ് ഹാളും ടോയ്ലറ്റ് ബ്ലോക്കും നിർമ്മിച്ചു. സൂപ്രണ്ട് പ്രസാദ് തോമസ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ PTA വൈസ് പ്രസിഡന്റ് രാമദാസ് മൈലങ്കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. മുൻ സൂപ്രണ്ട് ജയലക്ഷ്മി കുരിയക്കോട്ട് മുഖ്യാതിഥിയായിരുന്നു. 12 ഡെസ്കുകളും ബെഞ്ചുകളും സ്കൂൾ അലുമിനി അസോസിയേഷൻ സംഭാവന ചെയ്തു. അലുമിനി പ്രസിഡന്റ് CP രാമൻ, ജയൻ C പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. എഞ്ചിനീയറിംഗ് ഇൻസ്ട്രക്ടർ ലിൻസൺ ആന്റണി സ്വാഗതവും നൂൺ മീൽ ഇൻചാർജ് ഷിമിൽ P ജോൺ നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരള കാറ്ററിംഗ് അസോസിയേഷൻ വടക്കാഞ്ചേരി മേഖലാ സമ്മേളനം ചെറുതുരുത്തിയിൽ സംഘടിപ്പിച്ചു. ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഷമീർ നൈസ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ചന്ദ്രബോസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ബാലൻ കല്യാണീസ്, PA അസീസ്, ശശി ആതിഥേയ, സുരേഷ് മോഡേൻ, ഇന്ത്യ സഫ്രോൺ, റഷീദ് സഖാഫി വെട്ടിക്കാട്ടിരി എന്നിവർ സംസാരിച്ചു. AKCA എന്ന് പറഞ്ഞ സംഘടനയിലേക്ക് എത്തിച്ചേർന്നതിന് ശേഷമുള്ള നിങ്ങളിലുള്ള വ്യത്യാസം അത് നിങ്ങൾ ഓരോരുത്തരും വിലയിരുത്തേണ്ടതാണ്. നമുക്ക് തുറന്ന് പ്രവർത്തിക്കാനും നമ്മുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാനും നമ്മുടെ ആവശ്യങ്ങൾ അറിയിച്ചാൽ അത് ഏത് തലത്തിലെത്തിയിട്ടായാലും സാധിച്ചു തരാനും ഒരു കുടുംബം പോലെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സംഘടന ഇന്ന് കേരളത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ജാതീയമായോ മതപരമായോ ഉള്ള വിശ്വാസങ്ങൾക്ക് പിന്നിൽ നടക്കുന്ന സംഘടന ഉണ്ടായിരിക്കാം. പുതിയ ഭാരവാഹികൾ പ്രസിഡന്റ് TV ചന്ദ്രബോസ്, ജനറൽ സെക്രട്ടറി ഗഫൂർ ആറ്റൂർ, ട്രഷറർ PM അസീസ് എന്നിവരെ യോഗം തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഈ മാസം 25 നടക്കുന്ന മണ്ണൂർ കൈമകുന്നത്തുകാവ് താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായി മണ്ണൂർ കമ്പനിപ്പടി ഭഗവതി വേലാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വേലാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. മെഗാഗാനമേളയോടെയായിരുന്നു തുടക്കം. തുടർന്ന് കമ്പനിപ്പടി വേലാഘോഷ കമ്മിറ്റിയുടെ അതിഗംഭീര ദേശകൂത്തും ഉണ്ടായി. വേലാഘോഷ പരിപാടികൾ സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരൻ ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. എനിക്കിവിടെ വരാൻ പറ്റി. ഇക്കുറിയും വളരെ സ്നേഹത്തോടു കൂടിയിട്ട് വിളിച്ചു. അത് ആ സ്നേഹത്തിൻ്റെ ആത്മാർത്ഥതയോടുകൂടി തന്നെ സ്വീകരിച്ച് ഞാനിവിടെ എത്തിയിരിക്കുകയാണ്. വളരെ ജനങ്ങൾ പങ്കെടുക്കുന്ന, ആസ്വദിക്കുന്ന ഒരു ഗാനമേള ആവാറുണ്ട് എല്ലാ വർഷവും. ഇത് സംഗീതത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള സംഗീതമാണെങ്കിലും ഏറ്റവും അധികം ആൾക്കാർക്ക് അത് ആസ്വാദ്യമാകുമെങ്കിൽ അത് തന്നെയാണ് സംഗീതത്തിന് നിർവചനം. PC പ്രീതത്ത് അധ്യക്ഷത വഹിച്ചു. സംഘാടകരായ PT കൃഷ്ണനുണ്ണി, TK മണി, VM മോഹനൻ, പ്രമോദ്, TL രതീഷ്, ജ്യോതിഷ്, റിയാസ്, VL ബാബു, TK വാസു എന്നിവർ സംസാരിച്ചു. 25-നാണ് താലപ്പൊലി. ഇരട്ടക്കാള, വണ്ടിവേഷം, താളമേളങ്ങളും ഭഗവതി വേലാഘോഷ കമ്മിറ്റി വേല ദിവസം ഒരുക്കിയിട്ടുണ്ട്. ആദിവ
ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മെഗാസ്റ്റാർ മമ്മൂട്ടിക്കായി ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ മോഹൻലാൽ ആരാധകന്റെ വഴിപാട്. ലാൽ ആരാധകനും ഗുരുവായൂരിലെ സാംസ്കാരിക പ്രവർത്തകനുമായ OV രാജേഷാണ് മമ്മൂട്ടിക്കായി പൂജകൾ നടത്തിയത്. മൃത്യുഞ്ജയ ഹോമം, കൂവളമാല, ധാര, മഹാശ്രീരുദ്രം, പിൻവിളക്ക്, മുൻവിളക്ക് എന്നിവയായിരുന്നു വഴിപാടുകൾ. മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രം എന്ന പേരിലാണ് വഴിപാടുകൾ ഷീട്ടാക്കിയത്. 2 ദിവസം മുമ്പ് മോഹൻലാൽ മമ്മൂട്ടിക്കായി ശബരിമലയിൽ വഴിപാടുകൾ നടത്തിയിരുന്നു. പത്തിരിപ്പാല മൗണ്ട് സീന മോണ്ടിസോറി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷൻ സെറിമണി സംഘടിപ്പിച്ചു. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. മൗണ്ട് സീന പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ KS വിനോദ് അധ്യക്ഷത വഹിച്ചു. ഫെബിൻ റഹ്മാനുള്ള ഉപകാരം മൗണ്ട് സീന മാനേജർ K അബ്ദുൾ സലാം കൈമാറി. മാനേജിംഗ് കമ്മിറ്റി അംഗം ഷംസുദ്ദീൻ, ബൾക്കീസ് NK, ഉമ്മു സൽമ TP എന്നിവർ സംസാരിച്ചു. വൈസ് പ്രിൻസിപ്പൽ KS വിൻസെന്റ് സ്വാഗതവും രജനി ആർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നുണ്ടാകുന്ന അസുഖങ്ങളെ പ്രതിരോധിക്കാൻ ജീവിതശൈലിയിൽ മാറ്റം അനിവാര്യമാണെന്ന് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ. ആരോഗ്യ തരംഗം പദ്ധതിയുടെ ഭാഗമായി പാലക്കാട്ട് പകർച്ചവ്യാധി നിയന്ത്രണ കർമ്മ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു K ബിനുമോൾ. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ആരോഗ്യ തരംഗം പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി പകർച്ചവ്യാധികളെ വലിയ രീതിയിൽ തടയാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും K ബിനുമോൾ പറഞ്ഞു. പകർച്ചവ്യാധികൾ വ്യാപിക്കുന്ന മഴക്കാലത്തിനു മുമ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നത് രോഗങ്ങൾ തടയാൻ ഏറെ സഹായകരമാകും. കേട്ടുകേൾവി പോലുമില്ലാത്ത വൈറസുകളാണ് ഓരോ കാലത്തും ഭീഷണി ഉയർത്തുന്നത്. പൊതുയിടങ്ങളിലെ ശുചിത്വമുറപ്പിക്കാൻ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവൃത്തികൾ കൃത്യമായി നടപ്പാക്കണമെന്നും K ബിനുമോൾ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ A ഷാബിറ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റജീന, മറ്റ് ജനപ്രതിനിധികളായ R ചിന്നക്കുട്ടൻ, MK ജയപ്രകാശ്, V സേതുമാധവൻ, E ചന്ദ്രബാബു, MK ഉഷ, M രാമൻകുട്ടി, DMO ഡോക്ടർ വിദ്യ, സർവൈലൻസ് ഓഫീസർ ഡോക്ടർ ഗീതു മറിയ ജോസഫ് എന്നിവർ സംസാരിച്ചു. ഡോക്ടർ ബോബി റാണി, ഡോക്ടർ ജിനു, DK ശംഭു, VK വിനോദ് എന്നിവർ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കെട്ടിട മേഖലയിലെ സർക്കാർ ഡിജിറ്റൽ സംവിധാനങ്ങളെക്കുറിച്ച് റെൻസ്ഫെഡ് പാലക്കാട് ജില്ലാ കമ്മിറ്റി ക്ലാസ് സംഘടിപ്പിച്ചു. K സ്മാർട്ട് EDCR പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം റെൻസ്ഫെഡ് സംസ്ഥാന പ്രസിഡന്റ് TK മുഹമ്മദ് നസീം നിർവഹിച്ചു. കെട്ടിട നിർമ്മാണ പെർമിറ്റ് മുതൽ വിവിധ മേഖലകളിൽ സർക്കാർ തയ്യാറാക്കിയ ആപ്പുകളുടെ പ്രവർത്തനവും അപേക്ഷ സമർപ്പിക്കേണ്ട രീതിയും സംബന്ധിച്ചാണ് റെൻസ്ഫെഡ് അംഗങ്ങൾക്ക് പരിശീലനം നൽകിയത്. ഡിജിറ്റൽ ആപ്ലിക്കേഷനിലെ സാങ്കേതിക തകരാറുകൾ പരിഹരിക്കണമെന്നും ആപ്ലിക്കേഷനിലൂടെ അപേക്ഷ നൽകിയിട്ടും അനുമതി ലഭിക്കാനുണ്ടാകുന്ന കാലതാമസം ഒഴിവാക്കണമെന്നും റെൻസ്ഫെഡ് ആവശ്യപ്പെട്ടു. നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വെച്ച് ലൈസൻസിന് രജിസ്ട്രേഷൻ നടത്തണം. അതായത് ദില്ലിയിലെ KD ഓഫീസ് മുഖാന്തരമാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും സംഘടന മുഖാന്തരം ചെയ്തു കൊടുക്കുന്നുണ്ട്.
സംഘടനയുടെ ജില്ലാ നേതാക്കളെയോ താലൂക്ക് നേതാക്കളെയോ നിങ്ങൾക്ക് അത് അക്കാര്യങ്ങളിൽ. ജില്ലാ പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർ സുഭാഷ്, ജില്ലാ വൈസ് പ്രസിഡന്റ് പി സി ബാബു, സെക്രട്ടറി വി മധു, ട്രഷറർ ടി കെ ചന്ദ്രശേഖർ എന്നിവർ സംസാരിച്ചു. ട്രെയിനർമാരായ സാദിഖ് മൂപ്പൻ, പ്രഭു ഉണ്ണികൃഷ്ണൻ എന്നിവർ വിഷയം അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രദേശത്ത് വയോമിത്രം സഞ്ചരിക്കുന്ന ആതുരാലയം പദ്ധതി ആരംഭിച്ചു. അമ്പലപ്പാറ പഞ്ചായത്തിലെ പുലാപ്പറ്റശ്ശേരി ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ചാണ് വയോജനക്ഷേമ ആരോഗ്യ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2024-2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി ആരംഭിച്ചത്. അമ്പലപ്പാറ സാമൂഹ്യാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർക്കാണ് നിർവഹണ ചുമതല. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന 8 പഞ്ചായത്തുകളിൽ ജനകീയ ആരോഗ്യ കേന്ദ്രം വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. വയോധികർക്ക് അവരുടെ പ്രദേശത്തു തന്നെ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കാനും രോഗങ്ങൾക്ക് വേഗത്തിൽ തന്നെ ചികിത്സ നടത്താനുമുള്ള സൗകര്യം പദ്ധതിയിലൂടെ ലഭ്യമാകും. അമ്പലപ്പാറ പഞ്ചായത്തിലെ പുലാപ്പറ്റശ്ശേരി ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്രപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് അശ്വതി സ്വാഗതം പറഞ്ഞു. സാമൂഹ്യാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം അനുപമ വിഷയം അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കോമളം ടീച്ചർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാധാകൃഷ്ണൻ, വാർഡ് മെമ്പർ സനീഷ് എന്നിവർ പ്രസംഗിച്ചു. ഹെൽത്ത് സൂപ്പർവൈസർ CM രാധാകൃഷ്ണൻ നന്ദി പറഞ്ഞു. പദ്ധതിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് വയോമിത്രം പദ്ധതിക്കായി തെരഞ്ഞെടുത്ത ഡോക്ടർ തസ്ലീമ ഷഹനാസ് രോഗികളെ പരിശോധിച്ചു. വരും ദിവസങ്ങളിൽ ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന എല്ലാ പഞ്ചായത്തുകളിലും ഈ പദ്ധതി നടപ്പിലാകും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. CITU ചുമട്ടുതൊഴിലാളികളുടെ ഭീഷണി ആരോപിച്ച് കുളപ്പുള്ളിയിൽ വ്യാപാരികളുടെ പ്രതിഷേധം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതൃത്വത്തിൽ പ്രദേശത്തെ വ്യാപാരികൾ കടകളടച്ച് ധർണ നടത്തി. യന്ത്രം ഉപയോഗിച്ചുള്ള കയറ്റിറക്കത്തിനെതിരെ ഒരു സ്ഥാപനത്തെ തകർക്കുന്ന രീതിയിൽ തൊഴിലാളികൾ നടത്തുന്ന പന്തൽ കെട്ടി സമരം നിർഭാഗ്യകരമെന്ന് സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിൽ. ഗാനമേളയ്ക്ക് പോകാൻ രക്ഷിതാക്കൾ അനുവദിച്ചില്ല. മണ്ണൂരിൽ വിദ്യാർത്ഥി ജീവനൊടുക്കി. മരിച്ചത് മണ്ണൂർ കൊറ്റുകുളങ്ങര ഗീതാ നിവാസിൽ ജ്യോതിഷിന്റെ മകൻ 14 വയസ്സുള്ള ശ്രീഹരി. വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട കേരള കോൺഗ്രസ് എം. ഡൽഹിയിൽ മാർച്ച് 27 നടത്തുന്ന പ്രതിഷേധ സംഗമത്തിന്റെ പ്രചരണാർത്ഥം മലയോര പ്രചരണ ജാഥ. തൃശൂർ ജില്ലാ പ്രചരണ ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.